ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്ത ലുക്ക് ഉണ്ടാവുമല്ലോ. നല്ല ഭംഗിയല്ലേ ഈ പോൾക്കാടോട്ട് കാണാൻ. ഈ ടോപ്പിന് എന്താ പ്രത്യേകത വെച്ചാൽ ഇതിന് ഒരു അടിപൊളിയാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാന് ഒരു പോൾക്കാഡോട്ട് വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഒരു 10-11 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ടോപ്പ് അടിക്കണതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലോത്ത്. ഒരു വൈറ്റുമില് ബ്ലാക്ക് ഡോട്ടാണ് ഇത് വരുന്നത്. ഇത് 2 മീറ്റർ ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്കൊരു 10-11 വയസ്സുള്ള കുട്ടികൾക്ക് ടോപ്പ് അടിക്കാം. നല്ല ഭംഗിയല്ലേ ഈ പോൾക്കാഡോട്ട് കാണാൻ. ഞങ്ങളിങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോ പോൾക്കാഡോട്ട് എടുക്കാന്നൊക്കെ വിചാരിച്ച് ഗൗണൊക്കെ അടിക്കാനൊക്കെ വിചാരിച്ച് പോകും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പിന്നെ അയിമക്ക് പോകും. അങ്ങനെ പോൾക്കാഡോട്ട് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം പോകുമ്പോ എന്തായാലും പോൾക്കാഡോട്ടിന്റെ ഫ്രോക്ക് എടുക്കണം, അമ്മനെ കൊണ്ട് തയ്പ്പിക്കണം. അപ്പൊ ഈ മെറ്റീരിയലിന് മീറ്ററിന് 160 രൂപയാണ് കേട്ടോ. ഏതായാലും എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒന്ന് വീഡിയോയില് ആഡ് ചെയ്യുമോന്ന്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും കൊണ്ടുവരുന്നതാണ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക. പിന്നെ എങ്ങനെ ഇംപ്രൂവ് ആക്കണം എന്നുണ്ടെങ്കിലോ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ് ഏത് മോഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒക്കെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഡ്രസ്സ് ഇതാ സെറ്റ് ആയിന്. നല്ല ഭംഗിയിലേക്ക് കാണാൻ. പോൾക്കാഡോട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയാണല്ലോ. ഒരു നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ആണല്ലോ കാണാൻ. അപ്പൊ ഇതിന്റെ നെക്കിന് ലെയർ ആയിട്ടാണ് വെച്ചത്. ഫസ്റ്റ് ലെയർ 2.5 ഇഞ്ചും പിന്നെ സെക്കൻഡ് ലെയർ 4 ഇഞ്ചും ആ ലെങ്ത് കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ ഈ നെക്കിന് വെച്ച പോലെ തന്നെ കൈയിനും താഴെ വെച്ചിട്ടുണ്ട്. കൈ ഇതേപോലെ തന്നെ 2.5 ഇഞ്ച് മേലത്തെ ലെയർ, താഴത്തെ ലെയർ 4 ഇഞ്ച്. പിന്നെ എൻഡില് താഴെ വന്നത് മേലത്തെ ലെയർ 4 ഇഞ്ചും താഴത്തെ ലെയർ 8 ഇഞ്ചുമാണ്. അങ്ങനെ അപ്പോൾ ലെയർ നല്ല ഭംഗിയിൽ കൊടുത്തത്. പിന്നെ ഈ വയറിന്റെ ഭാഗത്ത് എലാസ്റ്റിക്കും കൊടുത്തത്, ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തത്. പിന്നെ നെക്കിന്റെ അവിടെ ഒരു കെട്ടും കൂടി, ആ കെട്ടിന്റെ താഴെ ഒരു വെൽവെറ്റോട് ഒരു കുഞ്ഞു ബോയും കൂടി വെച്ചത്. പിന്നെ ഇതിന്റെ നടുവില് റെഡ് മുത്തോ ബട്ടണോ ഒക്കെ തുന്നി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഞങ്ങൾ നോക്കിയിട്ട് അത് കണ്ടില്ല. അപ്പൊ അങ്ങനെ ബോ ആയിട്ട് അങ്ങനെ വെച്ചതാണ്. ഈ ടോപ്പിന്റെ പോലെ തന്നെയാണ് ഇതിനുള്ളത്. ഈ ഒരു സെന്ററില് ഇലാസ്റ്റിക്, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഇലാസ്റ്റിക്. ഈ ടോപ്പിന് എന്താ പ്രത്യേകത വെച്ചാൽ ഇതിന് ഒരു ഒറ്റ കട്ടിങ് ആണ്. ഇതിന് ഷോൾഡറിന്റെ ആ ഒരു ലൈനൊന്നും വരില്ല. ഷോൾഡറിന്റെ കട്ടിങ് ഒന്നുമില്ല. ഇത് ഭയങ്കര സിമ്പിൾ ടോപ്പാണ്. നല്ല സുഖമാണ്. റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല സുഖമാണ് ഇടാന്. പിന്നെ കൈയിനും താഴെ ലേസ് വെച്ചത്. ഓറഞ്ച് തന്നെ ആയതുകൊണ്ട് ബോർ തോന്നിക്കൂല. വേറെ കളറൊക്കെ ആവുമ്പം അതുകൊണ്ട് എടുത്ത് കാണിക്കുമല്ലോ. ഓറഞ്ച് തന്നെ ആയതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു ഫ്ലവർ വെച്ചാല് ഒരു ലേസ് തന്നെയായിരുന്നു, ഒരു ഫ്ലവറിന്റെ ലേസ് ആയിരുന്നു. പിന്നെ ആ ഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തുന്നി വെച്ചതാണ്. അപ്പൊ ഫ്രണ്ടിലും ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്ത ലുക്ക് ഉണ്ടാവുമല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിന് അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടുക. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേഗം കാണാനും പറ്റില്ല. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്താ പറയണേ, ഞാൻ റിയലാ
കുങ്കല്ലോ ആക്ട് ചെയ്യാറിയാ പൊട്ടത്തര പോയൊരു രസിക്കങ്ങള് ക്ലിക്ക് ചെയ്യാണ്. എന്താ പറയാ ഓണാക്കി നിക്കണ്ടമ്മ. എന്റെ കൊറേ ഫ്രണ്ട്സ് ബ്ലൂപ്പറിനായിട്ട് വരുന്ന ആൾക്കാർ.